ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് രാവിലെ എണീറ്റ് തന്നെ മുറ്റത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, രാവിലെ കുറച്ച് നേരം ഇങ്ങനെ മുറ്റത്ത് ഇറങ്ങി നടക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസ് ഷൂട്ട് ചെയ്യൽ രണ്ട് വീട്ടിൽ നിന്നിട്ടായിരിക്കും. ഒന്ന് ഇൻലോസിൻ്റെ ആയിരിക്കും, ഒന്ന് എൻ്റെ പാരൻസ് ഉള്ള വീട്ടിലുമായിരിക്കും. അപ്പം അതാണ് വീഡിയോസിൽ രണ്ട് വീടും അതിന് ഡിഫറൻസ് ചിലപ്പോൾ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ ഇത് ചെടികളൊക്കെ ഇങ്ങനെ നോക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് ദിവസം ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മാൻ്റെ ചെടികളൊക്കെ ഇങ്ങനെ നോക്കും. അപ്പോൾ എനിക്കിങ്ങനെ കാണാനൊക്കെ നല്ല ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ ചെടികളൊക്കെ എന്തായി, വളർന്നത് എന്തായി, മൊട്ടിട്ടിട്ടുണ്ടോ, അങ്ങനെയൊക്കെ നോക്കുന്നതാണ്. ഇതെൻ്റെ 2024 മേ ബി ലാസ്റ്റ് വ്ളോഗായിരിക്കും. ഇനി നമുക്ക് 2025 പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസിൻ്റെ പാറ്റേണൊക്കെ ഒന്ന് മാറ്റിയാലോ എന്നൊക്കെ ആലോചിക്കുന്നൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാ നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെ കുറേ ചെടികളുണ്ട് വീട്ടിൽ, പക്ഷേ ഇപ്പോൾ കുറേയൊക്കെ അങ്ങനെ ഓർഗനൈസ്ഡ് ഒന്നുമല്ല. അപ്പോൾ ഞാനിങ്ങനെ വെറുതെ എല്ലാ സൈഡിൽ കൂടെയൊക്കെ ഇങ്ങനെ പോയി നോക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയപ്പോൾ ചിക്കു ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇവരത് പറിച്ച് തിന്നു, എനിക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ ലാസ്റ്റ് 1-2 ഇതിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വെക്കായിരുന്നു, പക്ഷെ ഇതായിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഉമ്മച്ചി വിളിച്ച് പറഞ്ഞത് മുളകൊക്കെ പറിച്ച് പോര്. ഞാൻ മുറ്റത്ത് കൂടെയൊക്കെ നടക്കുന്നത് കണ്ടിട്ട് അങ്ങനെ പറഞ്ഞതായിരുന്നു. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അത് കഴിഞ്ഞിട്ട് പഠിക്കാനിരിക്കണം. അപ്പോൾ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയും പിന്നെ മീൻകറി ആയിരുന്നു. ഞാൻ കറി ഒഴിച്ചത് കുറച്ച് കൂടിപ്പോയി. അത്യാവശ്യം നല്ല എരിവ് ഉണ്ടായിരുന്നു ഉമ്മാൻ്റെ മീൻകറി. പിന്നെ ഞാൻ നേരെ പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നു. അപ്പോൾ അതിന് മുമ്പ് ഞാനിപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ മുമ്പത്തെ വീഡിയോസിൽ കണ്ടവർക്ക് അറിയുണ്ടാവും, ഞാൻ ഇങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് നല്ലൊരു പീസ്ഫുൾ മൈൻഡൊക്കെ കിട്ടുമായിരുന്നു. അപ്പോൾ അത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇതൊരു സിംപ്ലി പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ നന്ദി പ്രകടിപ്പിക്കുക. ഇപ്പോൾ നമ്മളുടെ ഇന്നത്തെ ദിവസത്തിന് നമുക്ക് ഇത്ര നല്ല പാരൻസിനെ കിട്ടിയതിന്, അല്ലെങ്കിൽ നല്ല പാർട്ട്ണറിനെ കിട്ടിയതിന്, അങ്ങനെ ഓരോ കാര്യങ്ങളും അങ്ങനെ നമ്മൾ അത്രയും ഗ്രേറ്റ്ഫുൾ ആണ് എന്നുള്ളത് ഇങ്ങനെ എഴുതാം. അതായത് നമ്മൾ എഴുതുമ്പോൾ കിട്ടുന്നൊരു ഫീല് വേറെ തന്നെയാണല്ലോ. അപ്പോൾ നമുക്കിങ്ങനെ നെഗറ്റീവ് തോട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോവും. കാരണം നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമുക്ക് നല്ലതാണെന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലാവുകയാണ്. അതാണ് സിംപ്ലി പറയുകയാണെങ്കിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ പുതിയൊരു വർഷം തുടങ്ങുകയല്ലേ, അപ്പോൾ നമ്മളുടെ 2024 എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് സ്വയം വിലയിരുത്തി, നമ്മളുടെ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് തിരുത്താം. അല്ലെങ്കിൽ നമുക്ക് നല്ലതായിട്ട് നമ്മൾ ചെയ്ത കാര്യങ്ങളുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോൾ ഞാൻ ഈ ജേർണലിങ് ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്തതായിരുന്നു. അപ്പോൾ എനിക്കിത് വീണ്ടും നല്ലതായിട്ട് തോന്നിയിട്ട് അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ വിചാരിച്ചതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്വയം വിലയിരുത്തുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ നമുക്ക് അങ്ങനെ ഒരു വർഷത്തിൽ ഒരുപാട് ലൈഫിൽ വൻ അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാവണം അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ നമ്മൾ സ്വയം വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്തൊക്കെയായിരുന്നു നമ്മളെടുത്തിട്ടുണ്ടായിരുന്ന പാളിച്ചകൾ, എന്തൊക്കെയായിരുന്നു നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങൾ. അപ്പോൾ നല്ല കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യുക, അല്ലാത്തത് അത് കണ്ടിന്യൂ ചെയ്യാതിരിക്കുക. പിന്നെ പുതിയ കാര്യങ്ങൾ ലൈഫിൽ ട്രൈ ചെയ്യുക, അതൊക്കെയല്ലേ ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഒരു ടൈം ടേബിൾ എഴുതി വെക്കുന്നതാണ്. പൊതുവേ ഞാൻ പണ്ട് മുതലേ ടൈം ടേബിളൊക്കെ എഴുതും, പക്ഷെ അതൊന്നും ഞാൻ അങ്ങനെ ഫോളോ ചെയ്യാറൊന്നുമില്ല. അസത 2 ദിവസം ചെയ്യും, പിന്നെ നിർത്തും, അങ്ങനെയാണ്. അപ്പോൾ ഇപ്പോൾ എനിക്ക് കുറച്ചൊരു ടൈറ്റ് ഷെഡ്യൂളിലോട്ട് വരികയാണ്. അപ്പോൾ ഒരു ടൈം ടേബിളൊക്കെ എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും തോന്നുന്നു. അല്ലെങ്കിൽ ടൈം വളരെ വേസ്റ്റ് ആക്കുന്ന പോലെ തോന്നുന്നുണ്ട് ഞാൻ. അപ്പോൾ എൻ്റെ ടൈം മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് എഴുതി വെക്കാൻ വിചാരിക്കുന്നു. ഇത് യൂസ്ഫുൾ ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ. പക്ഷേ വീണ്ടും ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇതിനകത്ത് ഞാൻ ഓരോ ടൈം ഇൻ്റർവെൽ വെച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ബ്രേക്ക് ടൈം എപ്പോഴാണ്, അല്ലാത്ത കാര്യങ്ങൾക്ക് ഞാൻ ടൈം എപ്പോഴാണ് ചെയ്യേണ്ടത്, അതുപോലെ വീഡിയോസ് എടുക്കാൻ, എഡിറ്റ് ചെയ്യാൻ,
അങ്ങനെയൊക്കെ വെച്ചിട്ടൊരു ടൈം ടേബിളാണ് സെറ്റ് ചെയ്യുന്നത്. നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ഞാനത് കറക്റ്റ് ഫോളോ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാനത് പറയാം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ പറയുന്നുണ്ടാവില്ല. പിന്നെ പറയാൻ മറന്നു, എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരുടെയും പുതിയ വർഷം അടിപൊളിയാവട്ടെ. എല്ലാവരുടെയും ആഗ്രഹങ്ങളൊക്കെ ലൈഫിലുള്ളതൊക്കെ നേടാൻ പറ്റട്ടെ. സമാധാനവും സന്തോഷമുള്ള ലൈഫ് കിട്ടട്ടെ. അപ്പോൾ ഇനി ഞാൻ പഠിക്കാനിരിക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പ് ചെയ്യാൻ വിചാരിച്ച 1-2 കാര്യങ്ങൾ അതായിരുന്നു. അപ്പോൾ അതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം പഠിക്കാനിരിക്കണം. എനിക്ക് ഒരുപാട് പോർഷൻസ് ഇനിയും ബാക്കിയുണ്ട്. അതൊക്കെ ഇനി കംപ്ലീറ്റ് ചെയ്യണം. എക്സാമിൻ്റെ ഡേറ്റൊക്കെ എടുക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും ആനിവേഴ്സറിയാണ്. അപ്പോൾ മനസ്സിലാവാത്തവർക്കായിട്ട് ഇത് ഇൻലോസാണ്, ഹസ്ബൻഡിൻ്റെ ഉപ്പയും ഉമ്മയാണ് കേട്ടോ. അപ്പോൾ അവരുടെ ആനിവേഴ്സറിയാണ്. അപ്പോൾ ഞാനൊരു സർപ്രൈസായിട്ട് കേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിക്കുകയാണ്. ഞാൻ 2 ദിവസം മുമ്പാണ് എൻ്റെ വീട്ടിലോട്ട് എത്തിയത്. അപ്പോൾ എന്തായാലും ഞാൻ വരുന്നുള്ള എക്സ്പെക്റ്റേഷനൊന്നും ആർക്കും ഉണ്ടാവില്ല. അങ്ങനെ നട്ടി ബബിളാട്ടോ കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ കേക്കൊക്കെ കൊണ്ടുകൊടുത്തു. അവർ കേക്ക് കട്ട് ചെയ്യുന്ന കേട്ടോ അത്. പിന്നെ കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഈ കേക്ക് ട്രൈ ചെയ്യുന്നത്. നട്ടി ബബിളിൽ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ലായിരുന്നു. ഇത് വാങ്ങിയത് കേക്ക് വേൾഡിൽ നിന്നായിരുന്നു കേട്ടോ, നിലമ്പൂരുള്ള. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ